ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾക്ക് മുമ്പിൽ നമ്മൾ പലപ്പോഴും പകച്ചു നിന്നു പോകാറുണ്ട്. പ്രതിസന്ധികളുടെ നാൽക്കവലകളിൽ നേരായ വഴി ഏതാണ് എന്ന ആശയക്കുഴപ്പത്തിലാകാറുണ്ട്. ചില ഭീകര ദുരന്തങ്ങൾ, നഷ്ടങ്ങൾ, വേർപാടുകൾ ഒക്കെ സംഭവിക്കുമ്പോൾ ദൈവമേ, എന്താണ് ഈ ദുരന്തങ്ങൾ എൻ്റെ ജീവിതത്തിൽ സംഭവിക്കാൻ അനുവദിച്ചത് എന്ന് ചോദിച്ചു പോകാറുണ്ട്. നമ്മൾ എത്രയായാലും മനുഷ്യരല്ലേ, ദുരിതങ്ങളിൽ ഇടറിപ്പോകും. പ്രതിസന്ധി ഘട്ടങ്ങളിൽ നിഷേധ ചിന്തകളുടെയും വികാരങ്ങളുടെയും തിരകളിൽപ്പെട്ട് തളർന്നു പോകാതിരിക്കാൻ പൗലോസ് അപ്പോസ്തലന്റെ വാക്കുകളിൽ മനസ്സിനെ ഉറപ്പിക്കുന്നത് വളരെ സഹായിക്കും. റോമലേഖനം 8:28 ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് സകലവും നന്മയ്ക്കായി വ്യാപരിക്കുന്നു. സുഖ ദുഃഖ സമ്മിശ്രമായ എല്ലാ ജീവിത അനുഭവങ്ങളെയും ഉദ്ദേശിച്ചാണ് അപ്പോസ്തലൻ സകലവും നന്മയ്ക്കായി വ്യാപരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത്. പാപപൂർണമായ ഈ ലോകത്തിൽ ജീവിക്കുന്ന നമ്മൾ ചില സത്യങ്ങൾ ചോദ്യം ചെയ്യാതെ, സംശയിക്കാതെ അംഗീകരിക്കാൻ തയ്യാറാകേണ്ടതുണ്ട്. ദുരന്തങ്ങൾക്ക് പിന്നിലെ കാരണമന്വേഷിച്ച് തളരാതെ, എല്ലാം നന്മയ്ക്കായി വ്യാപരിക്കുന്ന ദൈവ പദ്ധതിയിൽ സംശയിക്കാതെ വിശ്വസിക്കുന്നവർക്ക് സമാധാനത്തോടെ ദുരന്ത സാഹചര്യങ്ങളിൽ മുന്നോട്ടു പോകാൻ കഴിയും. കാര്യകാരണസഹിതം വസ്തുതകളെ അംഗീകരിക്കാനും തള്ളിക്കളയാനും സയൻസും ടെക്നോളജിയും ട്രെയിൻ ചെയ്ത മനസ്സാണ് നമ്മുടേത്. ആ മനസ്സിനെ കാണാതെ വിശ്വസിക്കുവാൻ നമ്മൾ പഠിപ്പിക്കണം. ഇത് അത്ര എളുപ്പമുള്ള ഒരു ലേണിംഗ് അല്ല. ആത്മാവ് ഒരുക്കമുള്ളതാണെങ്കിലും ജഡം ബലഹീനമായതുകൊണ്ട് സംശയങ്ങളും അശുഭചിന്തകളും ആകുലതകളും ടെൻഷനുമൊക്കെ മനസ്സിൽ അലയടിച്ചുകൊണ്ടിരിക്കും. ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളെ സംശയിക്കാതെ വിശ്വസിക്കുമ്പോൾ, അതിനുള്ള കരുത്ത് നേടുമ്പോൾ, കാണാതെ വിശ്വസിക്കാനുള്ള സിദ്ധി നമ്മൾ ആർജിക്കും. കുഞ്ഞുങ്ങൾ കാണാതെ വിശ്വസിക്കുന്നവരാണ്. പക്ഷേ വിവേകികൾക്കും ജ്ഞാനികൾക്കും കാണാതെ വിശ്വസിക്കാൻ പറ്റില്ല. ലൗകിക അറിവിൻ്റെ യുക്തിയിൽ അഹങ്കരിക്കുന്ന മനസ്സാണ് അവരുടേത്. അതുകൊണ്ടാണ് തിരിഞ്ഞ ശിശുക്കളെപ്പോലെ ആകുന്നില്ലെങ്കിൽ സ്വർഗരാജ്യത്തിൻ്റെ സമാധാനവും സന്തോഷവും അനുഭവിക്കാൻ കഴിയില്ലെന്ന് കർത്താവ് പറഞ്ഞത്. എന്തൊക്കെയാണ് നമ്മൾ കാണാതെ വിശ്വസിക്കേണ്ടത്? ഞാനും നിങ്ങളുമാകുന്ന കൊച്ചു ജീവിത നൗകകൾ ദുരിതങ്ങളുടെ കൊടുങ്കാറ്റിലും തിരമാലകളിലും ആടി ഉലയുമ്പോൾ അമരത്ത് സർവശക്തൻ തീർച്ചയായും ഉണ്ടായിരിക്കുമെന്ന് കാണാതെ വിശ്വസിക്കുവാൻ നമ്മൾ പഠിക്കണം. മനസ്സിനെ ആത്മവിശ്വാസത്തിലും ധൈര്യത്തിലും പ്രത്യാശയിലുമൊക്കെ ഉറപ്പിക്കുവാൻ ആ വിശ്വാസം നമ്മൾക്ക് സഹായകമാകും. തിരകൾക്ക് മീതെ നടന്നു വന്ന് ഭയപ്പെടേണ്ട, ഇത് ഞാനാണ് എന്ന് ശിഷ്യന്മാരോട് പറഞ്ഞ
പ്രിയന്റെ വാക്കുകൾ ഓർമ്മിക്കുന്നത് പ്രതിസന്ധിയുടെ ഓളങ്ങളിൽ നിർഭയരായി മുറിച്ചു മുന്നേറാൻ നമ്മെ ശക്തരാക്കും. സംഘർഷപൂർണമായ ജീവിതയാത്രയിൽ ഓർത്തിരിക്കേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്. അതെന്താണ്? ദോഷകരവും നന്മ നിറഞ്ഞതുമായ ജീവിത സംഭവങ്ങൾ ദൈവമറിഞ്ഞും അനുവദിച്ചും വരുന്നതാണ്. മനുഷ്യന് മനസ്സിലാക്കുവാൻ കഴിയാത്ത ദൈവത്തിൻ്റെ നിഗൂഢ പദ്ധതികൾ അതിൻ്റെ പിന്നിലുണ്ട്. ദുരന്തവും ദുഃഖവും നഷ്ടങ്ങളും യാതനകളും ഉണ്ടാക്കുന്ന ജീവിത അനുഭവങ്ങൾ നന്മയ്ക്കായി ദൈവം രൂപാന്തരപ്പെടുത്തുമെന്നതിൻ്റെ രഹസ്യം മനസ്സിലാക്കാൻ മനുഷ്യന്റെ പരിമിത ബുദ്ധിക്കും നിർമ്മിത ബുദ്ധിക്കും കഴിയില്ല, സാധിക്കില്ല. കാരണം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്ന ആകാശത്തിൻ്റെ അത്ര അകലത്തിലും ഉയരത്തിലുമാണ് നമ്മുടെ ദൈവത്തിൻ്റെ ചിന്തകൾ. കൺമുമ്പിൽ കാണുന്ന വിസ്മയങ്ങളെപ്പോലും പൂർണ്ണമായി നിർവചിക്കാൻ കഴിയാത്ത നമ്മുടെ ദുർബല ചിന്തകൾക്ക് ദൈവ ചിന്തകളുടെ സ്പന്ദനം ഉൾക്കൊള്ളാൻ കഴിയില്ല. ഇന്നത്തെ ദുരന്തങ്ങൾ പിന്നീട് ചരിത്രത്തിൻ്റെ ഭാഗമായിത്തീരും. അത് വായിക്കുന്ന വരും തലമുറയ്ക്ക് അതിൻ്റെ പിന്നിലെ നന്മയ്ക്കായി രൂപാന്തരപ്പെടുത്തുന്ന ദൈവത്തിൻ്റെ ഡിവൈൻ സ്ട്രാറ്റജി കുറച്ചൊക്കെ മനസ്സിലാക്കാൻ കഴിയും. പക്ഷേ നമുക്ക് ഇപ്പോൾ അതൊന്നും മനസ്സിലാവില്ല. 17-ാം വയസ്സിൽ തുടങ്ങിയ തൻ്റെ ജീവിത ദുരന്തങ്ങളുടെ പിന്നിലെ ദൈവ ഉദ്ദേശം മനസ്സിലാക്കാൻ പഴയ നിയമത്തിലെ ജോസഫിന് 13 വർഷം കാത്തിരിക്കേണ്ടി വന്നു. അതുവരെ എന്തിനെന്ന് ചോദിക്കാതെ അദ്ദേഹം സഹനയാത്ര തുടർന്നു. ദൈവത്തിൻ്റെ പരമാധികാരത്തിലുള്ള ഉറപ്പും തിരുവചനം നൽകുന്ന പ്രത്യാശയും നമ്മുടെ സഹനയാത്രയിൽ കാണാതെ വിശ്വസിക്കാനുള്ള കൃപ നമുക്ക് തരും. സകലവും നന്മയ്ക്കായി രൂപാന്തരപ്പെടുത്തുന്ന ദൈവത്തിൻ്റെ ദിവ്യ പരിപാലനത്തിൽ കാണാതെ വിശ്വസിക്കുവാനും ദൈവത്തിൽ ആശ്രയിക്കുവാനും കഴിയുമ്പോൾ പ്രതിസന്ധികളെ ഗ്രേസ്ഫുള്ളായി നേരിടുവാനും നമുക്ക് കഴിയും. ഞങ്ങൾക്ക് അന്നന്നത്തെ ആഹാരവും പരിശുദ്ധാത്മാവിനെയും സമർത്ഥമായി നൽകുന്ന ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, അങ്ങയുടെ ദിവ്യ പരിപാലനങ്ങളിൽ കാണാതെ വിശ്വസിക്കാനും പൂർണ്ണമായി ആശ്രയിക്കാനുമുള്ള കൃപയും ജ്ഞാനവും എല്ലാവർക്കും നൽകണമേ. എല്ലാ ജീവിതാനുഭവങ്ങളിലും അങ്ങയുടെ വിസ്മയ കരങ്ങളുണ്ടെന്ന് നാഥ ഞങ്ങൾ വിശ്വസിക്കുന്നു. എല്ലാ ജീവിത ദുരന്തങ്ങളെയും അതിജീവിക്കുവാനുള്ള അതിജീവന ശക്തിയും കൃപയും ദുരന്തബാധിതരായ ഞങ്ങളുടെ പ്രിയ സഹോദരങ്ങൾക്ക് നൽകണമേ. ദുരന്തമുഖങ്ങളിൽ റെസ്ക്യൂ ഓപ്പറേഷൻ നടത്തുന്ന സൈനികർ, പോലീസ്, മെഡിക്കൽ ടീം, ഫയർ ഫൈറ്റേഴ്സ്, വോളണ്ടിയേഴ്സ്, നേതൃത്വം നൽകുന്ന ഭരണാധികാരികൾ തുടങ്ങിയ മനുഷ്യസ്നേഹികളായ സമർപ്പിതരിലേക്ക് സ്വർഗീയ കൃപകളും അനുഗ്രഹങ്ങളും സമർത്ഥമായി ചൊരിയണമേ. എല്ലാം നഷ്ടപ്പെട്ടവർക്ക് ഉള്ളതും പങ്കുവയ്ക്കുന്ന സന്മനസ്സുള്ളവരുടെ കരങ്ങളെ
വിസ്മയ സമൃദ്ധിയാൽ നിറയ്ക്കണമേ. ദുരിതബാധിതരുടെ പുനരധിവാസത്തിനുള്ള കർമ്മ പദ്ധതികൾ തടസ്സം കൂടാതെ പൂർത്തിയാക്കുവാൻ ദൈവമേ സഹായിക്കണമേ. അവിടുത്തെ അത്ഭുതവചനങ്ങളാൽ സൃഷ്ടിക്കപ്പെട്ട വിസ്മയ പ്രകൃതിയെ ക്ഷതമേൽപ്പിക്കാത്ത കാര്യവിചാരകരും സൂക്ഷിപ്പുകാരുമാകുവാനുള്ള ഉൾക്കാഴ്ച എല്ലാ മനുഷ്യർക്കും കൊടുക്കണമേ. ഒരൊറ്റ രാത്രി കൊണ്ട് ഉറ്റവരും ഉടയവരും നഷ്ടപ്പെട്ട് നിർധനരും അനാഥരുമായി തീർന്ന നിന്റെ മക്കൾക്ക് അവിടുന്ന് പിതാവും പരിപാലകനും ആകണമേ. അന്തിമോപചാരങ്ങൾ നൽകി യാത്രയാക്കുവാൻ കഴിയാതെ യാത്രയായവരെ അവിടുത്തെ സ്നേഹകരങ്ങൾ നീട്ടി സ്വീകരിക്കണമേ. ആത്മശാന്തി നൽകണമേ. യാത്രയായവർക്ക് സ്നേഹപ്രണാമം നേരുന്നു. വിലാപഭൂമിയായി തീർന്ന വയനാട്ടിലെ ജീവിച്ചിരിക്കുന്ന എല്ലാ പ്രിയ സഹോദരങ്ങളുടെയും ദുഃഖത്തിൽ ഹൃദയപൂർവ്വം പങ്കുചേരുന്നു. ക്രിസ്തുയേശുവിൻ്റെ വിസ്മയനാമത്തിൽ സാന്ത്വനത്തിനും സൗഖ്യത്തിനുമായി പ്രാർത്ഥിക്കുന്നു. എ പി ജോർജ് അച്ഛൻ.